ഏറ്റവും വിഷമം തോന്നിയൊരു നിമിഷം എപ്പോഴായിരുന്നു? ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഈ രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ട് സാധാരണക്കാരായിട്ട് താമസിച്ച് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടേയില്ല. രാഷ്ട്രീയക്കാരൻ്റെ കൂടെ പോയാൽ പിന്നെ നമ്മൾ അതിന് ആ ഒരു പ്രസക്തിയില്ലല്ലോ. നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ടീച്ചറിന് ഒരിക്കൽ കൂടി ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ല. നമ്മൾ പിന്നെ നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ കൂടുതൽ പാടില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ താമസിക്കുമ്പോൾ. ആ ആഗ്രഹം നമ്മൾ തന്നെ നമ്മൾ കുറച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ പല ആഗ്രഹങ്ങളും ഇങ്ങനെ അങ്ങനെ വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും. നമ്മൾ ആഗ്രഹങ്ങൾ കുറേയെല്ലാം അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ പിന്നെ ഇത് മലമ്പുഴ അണക്കെട്ട് കാണണമെന്ന്. അപ്പോൾ എന്നോട് പറയുന്നത് എന്താ അവിടെ കാണാനുള്ളത്, ഒന്നുമില്ല. പിന്നെ ഞാൻ പോകുന്നത് എപ്പോന്നറിയാം, അന്ന് പാലക്കാട്. അതിൽ ഞാൻ പറഞ്ഞ ഇന്നത്തെ മാതിരി ഒന്നല്ല, അന്ന് ഒരു സ്ഥലത്തും കൂട്ടിക്കൊണ്ടുപോവില്ല. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മോൻ ആളായതിനു ശേഷം, അവൻ സ്വന്തമായി കാറ് വാങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇങ്ങനെ ഒരു ടൂറ് നടത്തിയത്. അങ്ങനെ മലമ്പുഴ കണ്ടുവന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞു ഇവിടെ ഒന്നും കാണാനില്ല. അപ്പം മലമ്പുഴ MP ആയിട്ട് പോലും ഞങ്ങൾ ഒന്നും പോയില്ല. അതാ മനസ്സിലാക്കണ്ടേ. ഇന്നത്തെ ആളാണെങ്കിൽ MP ആയിട്ട് സത്യപ്രതിജ്ഞക്ക് പോകുമ്പോൾ തന്നെ അവനവൻ്റെ ഫാമിലീനെ, ഭാര്യനെ, മക്കളെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ നമ്മളെ സഖാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു പാലക്കാട് കാണണമെന്നാണ് ഞാൻ ആകെ ആഗ്രഹം പറഞ്ഞത്, അങ്ങോട്ട് പോലും അതുപോലും ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യം പറഞ്ഞല്ലേ ഇപ്പം അന്ന് വന്നു എന്നല്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു വന്നില്ല. പിന്നെ വരുന്നത് ഈ പിന്നെ ഒരു തവണ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിരുന്നു. അത് തന്നെ KPP നമ്പ്യാര് പിന്നെ അമ്മയും അവരനിയത്തി എല്ലാം കൂടെ വരുമ്പോൾ വന്നത്. അല്ലാണ്ട് അതിന് മുമ്പ് ഒരിക്കൽ തിരുവനന്തപുരത്ത് പിന്നെ വന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് 3-4 ദിവസം താമസിച്ച് അങ്ങ് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് പോയതല്ലാണ്ട് പിന്നെ ഞാനോ കുട്ടികളോ ആരും അങ്ങനെയൊന്നും. അതാ പറയുന്നത്, പിന്നെ എനിക്ക് വലിയ ഡൽഹി പോയത് MP എടുത്തു പറഞ്ഞത് അല്ലേ. അല്ലാണ്ട് ഒരു കുട്ടികളെ എവിടെയും കൊണ്ട് കാണിച്ചിട്ടുണ്ടാ? ഒരു സ്ഥലത്ത് ഒരു കുട്ടികളെ കൊണ്ട് കാണിച്ചില്ല. ഒരു സാറിന് വിഷമമുണ്ടോ അങ്ങനെ ആലോചിക്കുമ്പോ? ഞാൻ എന്റെ ജോലി കൃത്യം. എന്നാലും ഡൽഹി പോയത് സാറിന് ഓർമ്മയുണ്ടല്ലോ, താജ്മഹൽ കണ്ടത് സാർ. അല്ല പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ മക്കൾക്കും അതിനെപ്പറ്റി വലിയ ഇത് കംപ്ലൈന്റ് ഇല്ല. എന്താ വെച്ചാൽ അച്ഛൻ അത് സമയമില്ല, അച്ഛന് മറ്റു കാര്യങ്ങൾ അച്ഛനുണ്ട്, അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സമയമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കും. ആദ്യമായിട്ട് അസുഖം വന്നത് ഗൾഫിൽ പോയപ്പോഴല്ലേ? അപ്പൊ വിഷമം തോന്നിയോ സാറിന്? വളരെ അധികം ദൂരെ കുടുംബത്തിനൊക്കെ വിട്ടാണ് ഗൾഫിൽ വെച്ചിട്ട് അസുഖം ആദ്യം വന്നപ്പോ, ഗൾഫിൽ വെച്ചിട്ട് അസുഖം വന്നപ്പോ വിഷമം തോന്നിയോ? ടീച്ചർ അതാണ്. അപ്പൊ വിഷമം തോന്നിയോ? ടീച്ചർ ഒന്നും അടുത്തില്ലായിരുന്നു എന്നുള്ള? എന്നാലും ടീച്ചർ ഇല്ല എന്നുള്ള വിഷമം തോന്നിയില്ലേ? അത് വെറുതെ അത് വെറുതെ ആണല്ലേ. ബാഹുലയം വന്നു, പിന്നെ ഡോക്ടേഴ്സ് വന്നു, ആ പ്രശ്നം അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു, ഹോസ്പിറ്റലിൽ കിടന്നു. ഇവിടെ വരുമ്പോ അവളുണ്ടല്ലോ. അല്ല എന്നാലും എനിക്ക് അവിടെ എന്തെങ്കിലും പറ്റില്ല, എനിക്ക് മക്കളെയോ ഭാര്യയോ ഒക്കെ കാണണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ വിഷമം തോന്നിയിട്ട് കാര്യമില്ല, കാരണം അന്നില്ലല്ലോ. പിന്നെ ഇതിന് വിഷമം തോന്നുന്നു. അല്ല അന്ന് സഖാക്കളുണ്ട്. പിന്നെ അത് ഒരു സഖാവിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം. അങ്ങനെ കുടുംബത്തിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഭാര്യനെ പറ്റി ആലോചിക്കുക, അങ്ങനെ ആ മനസ്സിൽ വളരെ കുറച്ചേ അതിനെല്ലാം സമയമുള്ളൂ കേട്ടാ. ഈ കുടുംബത്തിനെ പറ്റി ചിന്തിക്കാൻ വളരെ വളരെ കുറച്ച്. എൻ്റെ അനുഭവത്തിൽ ഞാൻ സാറെന്താ പറയണ? ഞാൻ എതിരാണ്. അല്ല കുടുംബത്തിനെ നോക്കാം. കാരണം കുടുംബം മുഴുവൻ എല്ലാം ഒരുപോലെയല്ല. ഒരു 4 മക്കളുണ്ടെങ്കിൽ 4 രീതിയിലാണെങ്കിൽ ഇവൻ്റെ വെള്ളത്തിലായി. അതറിഞ്ഞോ? ഒരുത്ത കൂടിയനാന്ന് വിചാരിച്ചോ ഇവർക്ക് നിർത്താൻ കഴിയും? അങ്ങനെയല്ല, കുടുംബത്തിനെ പറ്റി എന്നല്ല, നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കാനുള്ള സമയം ആദ്യ കുറവായിരിക്കും. അത് കറക്റ്റ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കരുണാകരൻ്റെ മാതിരി കീഴടങ്ങേണ്ടി വരും. കരുണാകരൻ ഇപ്പൊ കീഴടങ്ങി, അയാൾക്ക് വലിയ വിഷമമുണ്ടോ? നമുക്ക് വിഷമമില്ലേ? അയാൾ തകർന്നു. അല്ല പിന്നെ ഞാൻ എൻ്റെ മക്കള് കൊണ്ട് പിന്നെ അച്ഛന് ഒരു
ഇല്ല, കുഴപ്പമില്ല. വരാൻ പാടില്ല. ഇന്നിപ്പം കരുണാകരൻ ഇപ്പം ലീഡർക്ക് തന്നെ പിന്നെ മക്കളെ കൊണ്ട് അത് ലീഡറെ സംബന്ധിച്ചിട്ട് അത് വിഷമായി തോന്നില്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ കാണുമോ പത്രം വായിക്കുകയും ചെയ്യുമ്പോൾ അതിൽ എത്ര ഒരു തോന്നില്ല. ഓണം വിഷു എന്നൊക്കെ പറയുമ്പോ കുടുംബം ഒരുമിച്ച് കൂടാറുണ്ടോ? സാറ് വരാറുണ്ടോ? ഓണം വിഷു നമ്മുടെ ഇപ്പൊ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വിശേഷത്തിന് പറഞ്ഞിട്ടൊന്നും വരില്ല. പാർട്ടി പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ആ സമയത്തൊന്നും വരും. അന്നേരം അതങ്ങ് അതിൽ പങ്കെടുത്തു എന്നല്ലാണ്ട് അതിന് ഓണാന്ന് വിഷുവാന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊന്നും വരില്ല. സാറിന് വിഷമമില്ല അപ്പം അങ്ങനെയൊന്നും? നല്ല ഓർമ്മയുള്ളൊരു ഓണം ഓർമ്മയുണ്ടോ? ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അമ്മയുടെ കാലത്ത് അമ്മയായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു അല്ലേ സാറിന്? അമ്മ മരിക്കുമ്പോ ഞാനില്ല, ഒളിവിലായിരുന്നു അല്ലേ? അപ്പൊ വിഷമം തോന്നിയോ? ഇത് അത് പിന്നീട് എത്രയോ മാസം കഴിഞ്ഞിട്ടാ അറിയാം. അതുമാതിരി അനീതിയും അത് തന്നെ ഇല്ല, അവര് മരിക്കുമ്പോഴും ഇല്ലായിരുന്നു. ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞല്ലേ? ഭയങ്കര വിഷമാണ് അനിയത്തിനെ പറ്റി പറയുമ്പോൾ. അതാണോ ടീച്ചറിന്റെ കൂടെ പഠിച്ചത് ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞാൽ? എത്ര വയസ്സിന് ഇളയതായിരുന്നു സാറിനെ? 8 വയസ്സുള്ള. ഓ, അപ്പൊ കുഞ്ഞനീതി അല്ലേ? കുഞ്ഞനീത്തിയെന്ന് അതുകൊണ്ട് അങ്ങനെ അത്രയും ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്നൊരു അനിയത്തി. അപ്പോൾ അത് ഇന്നും ഭയങ്കര വിഷമമുണ്ട് അല്ലേ അനിയത്തിനെ കുറിച്ച് പറയും. പിന്നെ അച്ഛനും അമ്മയും പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഭയങ്കര ഇന്നും അനിയത്തിനെ പറ്റി പറയുമ്പോൾ വലിയ വിഷമാണ്. നല്ല അടുപ്പുണ്ടായിരുന്നു അല്ലേ സാറിന് അനിയത്തിയുമായിട്ട്? ചെറുപ്പം ആ അനിയത്തിന്റെ കൂടെ കഴിയാൻ ഉണ്ടായിട്ടില്ല. കല്യാണത്തിനും കൂടാൻ ഒളിവില്ലായിരുന്നു. അപ്പൊ അന്ന് വിഷമം തോന്നിയോ? ഇത് വേണ്ടായിരുന്നു? അതൊക്കെ എത്ര മാസം കഴിഞ്ഞാൽ അറിയാ മരിച്ചിട്ട്? അപ്പൊ അറിഞ്ഞേ ഇല്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഈ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഇതിൽ ഇറങ്ങിയതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് പോവില്ലല്ലോ. അങ്ങനെ ആ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പാർട്ടിയിലേക്ക് വേണ്ടി പോയതല്ലേ, അന്നേ ഇറങ്ങി തിരിച്ചതല്ലേ. സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഇന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അന്ന് നിന്ന പോലെ ഇറങ്ങി തിരിച്ചതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. കയ്യൂർ 4 പേരെ തൂക്കി. അതിന് ഒരു പ്രതിയാണല്ലോ ഞാൻ. എന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്നെ ആ കൂടെ തൂക്കുമായിരുന്നു. 4 പ്രതികളാണല്ലോ, മടത്തിലപ്പു, ചെരുവണ്ണൻ, കുഞ്ഞമ്പുനായർ, അബൂബക്കർ. അവരെ കൂടെ എന്നെയും കിട്ടിയിരുന്നെങ്കിൽ തൂക്കുമായിരുന്നു. 3-ാം പ്രതി എന്നെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അവരെ വധശിക്ഷയ്ക്ക് ജീവൻ ബലിയർപ്പിച്ചു ഈ രാജ്യത്തിന്. വളരെയധികം ആൾക്കാർ ഇങ്ങനെ സ്നേഹിക്കും, വളരെ പോപ്പുലർ ആണ് സാറിന്. അപ്പൊ ടീച്ചറിന് അങ്ങനെ മനസ്സിലായി എപ്പോഴെങ്കിലും അങ്ങനെ സാറിനോട് ഈ ആൾക്കാരുടെ സ്നേഹം കാണിച്ച അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം? ഈ ഓരോ പിന്നെ അസുഖമായിട്ട് ഇങ്ങനെ ഞങ്ങൾ 2 തവണ പിന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു തവണ 1 മാസം ഒരു പനി, പിന്നെ 2ാമത്തെ തവണയും അവിടെ തന്നെ. അവിടെ എത്തിയപ്പോഴാണ് അസുഖം വന്നത്. അങ്ങനെ 2 പ്രാവശ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയതല്ലേ 11 കൊല്ലം. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ മുക്കും മൂലയും ഒറ്റ ഒരു ഭാഗം അറിയാണ്ടില്ലല്ലോ. അപ്പോൾ അസുഖമായിട്ട് അവിടെ കിടക്കുമ്പോൾ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ വരുമായിരുന്നു. സഖാക്കളും സ്ത്രീകളും എല്ലാം ഒരുപടി ആൾക്കാർ വരും. അപ്പോൾ അന്ന് അവരെ ആ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് നമ്മളെ ഈ 1ാമത്തെ മന്ത്രിസഭയിലല്ലേ, അല്ല 1ാമത്തെ ഏത് മന്ത്രിസഭയിലാണ് കാർഷിക പെൻഷൻ നടപ്പിൽ? അല്ല, അതെന്നെ 1ാമത്തെ അല്ല, 2ാമത്തെ. അപ്പോൾ ആ സമയത്ത് ഈ കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ നടപ്പിൽ വരുത്തിയില്ലേ. അപ്പോൾ അത് കർഷക തൊഴിലാളി സ്ത്രീകൾ, അപ്പോൾ അവർ വന്നിട്ട് അവർ അത് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവർ വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സഖാവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത്തവണ അതുമാതിരി സാറ് അസുഖമായിട്ട് ഡൽഹിയിൽ പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് പേര് അവിടെ ഹോസ്പിറ്റലിലും എയർപോർട്ടിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, കാണാനും യാത്ര അയക്കാനും ഒക്കെ. അപ്പൊ സാറിന് അല്ല, ആസ്പത്രിയിലുള്ളവരെ തന്നെ, പുറത്തുള്ളവരല്ല, ആസ്പത്രിയിൽ രോഗികളെ ഇവിടെ ആയിരുന്നല്ലോ ഞാൻ 4 കൊല്ലം. 42, 3, 44, 45, 46 ജൂൺ വരെ ട്രാവൻകൂറിൽ. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് മുഖ്യമന്ത്രിയായിട്ട് ചെയ്തതിൽ ഏറ്റവും വളരെ സന്തോഷം തോന്നുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ടോ? സന്തോഷം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ചെയ്ത സേവനം ഏറ്റവും തൃപ്തികരമാണ്. ജനസേവനത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പല മേഖലയിൽ കൂടിയും ജനങ്ങളെ സഹായിക്കാനും പിന്തുണക്കാനും ശുശ്രൂഷിക്കാനും പോകും. ചില സമയം കുരുത്തോലയായിട്ട് പോകും.
പക്ഷെ സാറിന്റെ പല പ്രസംഗങ്ങളും ഭയങ്കര അതെ, വിവാദമായിട്ടുണ്ട്. ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത്. പണ്ട് പാതിരാമണല് പറഞ്ഞില്ലേ ചായ കുടിക്കുന്ന അതെ, rape-ന്റെ അത് ടീച്ചറിന് വിഷമം a തോന്നിയോ? glass അങ്ങനെ of വന്നപ്പോ? വിഷമം തോന്നിയോ? എ ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി. അതൊരു വിഷമം. അതുപോലെ തന്നെ ദൈവത്തിന് ഇതിനാ കാവക്കാരൻ. പാറാവെന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചറിന് വിഷമം പാറാവുന്നതിനാണ് തോന്നിയോ? ഞാൻ ആലപ്പുഴ ഇത് പ്രസംഗിച്ചതാ. അങ്ങനെയൊക്കെ തോന്നുമ്പോ ടീച്ചറിന് എന്താ പ്രതികരണം? ടീച്ചറിന് എന്ത് തോന്നാറുണ്ട്? ടീച്ചർ ഇങ്ങനെ പറയില്ലേന്ന് പറയോ? ടീച്ചറെ നോക്കിയിട്ടൊന്നല്ല എൻ്റെ പ്രസംഗം. പാറാമന്ദിര എൻ്റെ ക്വസ്റ്റ്യന് റിപ്ലൈ പറയണം. ആർക്കും കഴിയുന്നില്ല. ദൈവത്തിന് ഇതിനാ പാറാവ് ചോദിക്കും. ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ പാറാവിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അപ്പൊ ഇത്രയും ബഹളം ഉണ്ടാവും സാറിന് വിഷമം തോന്നി പറയണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്? ഇല്ല ഇല്ല, അയ്യയ്യേ, അതൊന്നും തോന്നില്ല. അല്ല 100 തവണ പിന്നെയും പറയും ഞാൻ. അതെ, അത് തന്നെ പറയും. കാരണം നിങ്ങൾ ചെയ്യുന്നത് ദൈവം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ആശ്വാസം തന്നാൽ ആ ശക്തി എന്തിനാ? സാറ് തിരിഞ്ഞു നോക്കുമ്പോ അപ്പോൾ അല്ല ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ കണ്ടീഷൻ്റെ ചേഞ്ചാണ് നിങ്ങൾക്ക് ആശ്വാസം. അടിമ സമ്പ്രദായ കാലത്ത് നിങ്ങൾക്ക് ഈ ആശ്വാസം ഉണ്ടോ? സാറിന് ഇങ്ങനെ ഇത്രയും പുരാണങ്ങളെ പറ്റി അറിയുന്ന ടീച്ചർ, സാറിന് നന്നായിട്ട് എല്ലാം പറയാൻ ഒരു പറ്റും. സാഹിത്യ സാംസ്കാരിക രംഗത്തിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പുരാണങ്ങളും സാഹിത്യങ്ങളും മറ്റ് മതഗ്രന്ഥങ്ങളും നിങ്ങൾ വായിക്കണം. ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ഒക്കെ ഇടയിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങൾ പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ ജനസേവനമാക്കി തീർക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണം. എല്ലാ ബുക്കും പിന്നെ ബൈബിളുണ്ട്, ഖുറാനുണ്ട്, ഇവരെ പുസ്തകശേഖരത്തിൽ. പിന്നെ ഖുറാനുണ്ട്, ഭാരതമുണ്ട്, പിന്നെ രാമായണം. എപ്പോഴും വായിക്കാൻ സമയം കിട്ടുന്ന ഈ പുരാണങ്ങളൊക്കെ? അത് ആ പുരാണങ്ങളെല്ലാം വായിച്ച് എനിക്കൊന്ന് ജയിലിൽ നിന്നായിരിക്കണം. ആണോ? ജയിലിലിരിക്കുമ്പോഴാണോ? ജയിലിരിക്കുമ്പോൾ ടീച്ചർ കാണാൻ പോവായിരുന്നു. ആ ജയിലിലുള്ള സമയത്ത് ഞങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ കാണാൻ അനുവാദം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരത്തെ അയക്കും, അങ്ങനെ കാണണം. അപ്പോൾ അവർ നമുക്ക് അതിനുള്ള എന്തെങ്കിലും വേണമെന്നൊക്കെ വേണമെന്നുള്ളത് എഴുതും. അത് എഴുതുന്നത് മറ്റേ ഇന്ന് ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നല്ല, എഴുതുക ബുക്ക്, കുറേ ബുക്സിൻ്റെ ബുക്ക് വേണമെന്ന് പറയും. അവിടുന്ന് പിന്നെ ഒരിക്കൽ ഈ ജയിലിൽ നിന്നാണ് ഈ ഹിന്ദി പഠിക്കുന്നത്. AV കുഞ്ഞുമ്പാണ് പഠിപ്പിച്ചത്. അപ്പൊ പറയും ഹിന്ദി വായിക്കാനൊക്കെ അറിയുമോ? കുറച്ചേരം വായിക്കും. പിന്നെ ഹിന്ദി കുറച്ച് നന്നായിട്ട് സംസാരിക്കാനും എല്ലാം അറിയാം. അപ്പൊ അതെല്ലാം പഠിച്ചത് ജയിലിൽ നിന്നാണ്. എന്നോട് പറയും AV അങ്ങനെ ഹിന്ദി പഠിപ്പിച്ചത്. അപ്പൊ മാഷി AV ആകും. ടീച്ചർ അങ്ങനെ എന്തെങ്കിലും സാറിനോട് അങ്ങനെ പറയാറുണ്ടോ? എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തരണം, അങ്ങനെ വല്ല ആഗ്രഹങ്ങളൊക്കെ? ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ സ്വഭാവം അനുസരിച്ച് അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് എനിക്ക് ഇന്നത് വേണമെന്നറിയില്ല. പക്ഷേ ആദ്യമെല്ലാം കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിലെല്ലാം എവിടെയെങ്കിലും സമ്മേളനത്തിന്, പിന്നെ പുറത്തെല്ലാം ഇവിടെ സമ്മേളനത്തിനെല്ലാം പോയി അന്നും സമ്മേളനത്തിനും ഒന്നും ഞാൻ പോകുന്നില്ലല്ലോ. ബാക്കി പിന്നെ ഞാൻ വല്ലപ്പോഴും അറിയാം ഇങ്ങനെ സഖാക്കളെ ഭാര്യമാരെല്ലാം സമ്മേളനത്തിനുണ്ട് എന്നെല്ലാം. സഖാവ് പറഞ്ഞിട്ട് അറിയുന്നില്ല, വേറെ ആരെങ്കിലും ഇങ്ങനെ അറിയുന്നതാണ്. അപ്പോൾ അന്നേരം ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ഉണ്ടാവുന്ന ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ആരാ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ അത്ര സഖാവ് നോക്കൂല, ആരുടെ കൂടെ ഒന്നിനൊന്നും അതൊന്നും സഖാവ് നോക്കൂല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഈ അഴീക്കോടനും എല്ലാം ഉള്ള കാലത്താണ് ഞാൻ പറയുന്നത്. ആ അഴീക്കോടനെല്ലാം പോയി പിന്നെ ഭാര്യക്ക് സാരിയോ എന്തെങ്കിലും വാങ്ങുമ്പോൾ സാരി കൊണ്ട് തരും. ആണോ? നല്ല സിൽക്ക് സാരി. അതേമാതിരി ഞാനിപ്പം വാങ്ങി കൊടുത്തില്ല. അത്രയും നല്ല വിജയവാഡ സമ്മേളനത്തിന് പോയി. ഇപ്പം എനിക്ക് ഓർമ്മയാണ്, ആ വിജയവാഡ സമ്മേളനത്തിനെല്ലാം പോയപ്പോൾ എനിക്ക് നല്ല സിൽക്ക് സാരി. ആരാ വാങ്ങിച്ച? സാറാണോ പോയി വാങ്ങണ സാരിയൊക്കെ? ആരാന്നും എനിക്കറിയില്ല, ആരാ കൂടെ പോകുന്നറിയില്ല. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ കുട്ടികൾ ചെറുതായ സമയത്ത് ഈ ഡൽഹിയിൽ നിന്ന് MP ഇത് കഴിഞ്ഞ് വരുമ്പം ഇവരൊരു സിസ്റ്റർ ഉണ്ട് മദ്രാസിൽ. അപ്പോൾ അവിടെ പോവും. വലിയ ഇളയമേൻ്റെ മകളാണ്, അവിടെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോവും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ അവിടെ ഒരു സഖാവുണ്ട് ഈ മദ്രാസിൽ. ആ സഖാവ് ഒരു ടൈലർ, ഒരു സഖാവാണ് അയാൾ. അപ്പോൾ അയാളോട് ഈ ഡയറിയിൽ ഈ മക്കളെ പേരും ജനിച്ചത് എല്ലാ ഡയറിയും ഇപ്പം ഒരു കൊല്ലം മാറുമ്പോൾ അടുത്ത കൊല്ലത്തെ ഡയറിയിൽ വീണ്ടും ഇതെല്ലാം എഴുതി വെക്കും. അപ്പോൾ എല്ലാ ഡയറിയിലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞത്, പിന്നെ മക്കൾ ജനിച്ചത് എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ടൈലറോട് പറയും, മക്കൾക്ക് ഇത്ര വയസ്സായിരുന്നല്ല
അല്ലാണ്ട് അവനൊന്നും അറിയില്ല ഇത് എത്ര വയസ്സായി, മക്കൾ എത്രയായി, 5 അല്ലെ 6 8 എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അവിടെ പോയാൽ ഈ സിസ്റ്റർ ചോദിക്കും, കേട്ടാ പിന്നെ മോക്ക് ഇപ്പം എത്ര വയസ്സായി, അല്ലെങ്കിൽ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങും, അല്ലെങ്കിൽ വേറെ. അപ്പോൾ അതൊന്നും വലിയ പിടി കിട്ടൂല. നേരം എത്ര വയസ്സായി ഇത് നോക്കിയാലും. അപ്പം കുട്ടി നടക്കാൻ തുടങ്ങി അങ്ങനെ ചോദിക്കുമല്ലോ ഇപ്പം സാധാരണ ഇത് വർത്താനം. അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങനെ കിട്ടൂല. പക്ഷേ എന്നാൽ ഈ ഉടുപ്പ് വാങ്ങാൻ എന്താ വെച്ചാൽ ഈ ടൈലർക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് നോക്കി ഇത്ര വയസ്സ് നല്ല ഉടുപ്പ്. എൻ്റെ 2 ചെറിയ പെൺകുട്ടികൾ ഉള്ള സമയത്ത് ആദ്യം അന്നേരം നല്ല ഉടുപ്പുകൾ കുട്ടികൾക്ക് റെഡിമെയ്ഡ്. അപ്പോൾ എല്ലാവരും തന്നെ ചോദിക്കും, ഇത് എവിടുന്ന് ഇത്രയും നന്നായിട്ട് വാങ്ങുന്ന ഒരേ മാതിരി ഉള്ളത് സുതക്കും ഉഷക്കും. അപ്പോൾ ആ 2 വയസ്സിനനുസരിച്ച് ഒരേ കളറിലുള്ള 2 ഉടുപ്പ് അങ്ങനെ അവർക്ക് അങ്ങനെ അന്നേരം കൊണ്ടുവരുന്നു നല്ല നന്നായിട്ട്. പിന്നെ അങ്ങ് ഒരു MP ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ സാരിയില്ല, ഉടുപ്പില്ല. എന്താ സാർ അങ്ങനെ? അപ്പോൾ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ലേ വാങ്ങാനായിട്ട്? അതെന്താ പിന്നെ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. അതുവരെ എനിക്കിങ്ങനെ വല്ലപ്പോഴും നല്ല ഓരോ സാരി വാങ്ങും. പിന്നെ അതിന് ശേഷം എനക്കുമില്ല MB പത്രമല്ല, MB 67. മക്കള് പരാതി പറയുന്നുണ്ട് ടീച്ചറിനോട്, അച്ഛൻ ഇങ്ങനെ ചെയ്തില്ല. അവരും ഒന്നും അങ്ങനെ പറയില്ല. അവർക്കെല്ലാം ഈ അച്ഛൻ അവര് ജനിക്കുമ്പോഴേ ഈ അച്ഛൻ്റെ ഇത് കണ്ടതുകൊണ്ട് അവര് വിചാരിക്കുന്നത് ഞങ്ങളെ അച്ഛന് ഇതിനൊന്നും സമയമില്ലാത്തൊരു അച്ഛനാണ്. അതുകൊണ്ട് അവർക്കും അത്ര വലിയ ഇത് അതിലില്ല. എങ്ങനെയാ സമീപനം അവരുടെ മക്കളോടൊപ്പം എങ്ങനെയാ? ഇപ്പം ഞാൻ അതാ പറയുന്നത്, എൻ്റെ മക്കൾക്ക് അവർക്ക് അവരെ അച്ഛന് കിട്ടാത്ത ഒരു വാത്സല്യവും ഇതും ഉണ്ടാവില്ല. അതിപ്പോൾ അവരെ മക്കൾക്ക് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി. അത് ബീഡി വലിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമെന്ന് കേട്ടിട്ടുണ്ട്. ബീഡി വലിക്കാൻ പറ്റാത്തത് അത് വിഷമം തന്നെ. അത് നിർത്തി ഇപ്പോ ഡോക്ടറുടെ നിർബന്ധം കൊണ്ട്. അത്രേ ഉള്ളൂ. ബീഡി വലിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഉണ്ടല്ലോ, ഭയങ്കര വിഷമമുണ്ട്, മാനസിക ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ, മറ്റൊന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോ സാറിന് എങ്ങനെയാ സാറിനെ വിലയിരുത്താൻ ആഗ്രഹപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ അല്ല ബീഡിയല്ല സാറിനെ നമ്മുടെ ലൈഫിൽ ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നുള്ളത് ജനസേവനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനത്തിന് അധ്വാനിക്കുന്ന താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള സംതൃപ്തിയുണ്ട്. പക്ഷെ ഇത് കൂടുതൽ കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കുമോ എന്ന് വയസ്സുകാലത്ത് പറയാൻ കഴിയില്ല. അത്ര. സാറിന് ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു ലീഡറാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS ആയിരുന്നോ? EMS ആണ്. AKG വേറൊരു ആസ്പെക്റ്റിൽ EMS ആണ്. മറ്റ് താത്വികമായിട്ടുള്ള കാര്യങ്ങളിൽ EMS, പ്രായോഗികമായ സമരത്തിലും മറ്റുമെല്ലാം AKG. ഇങ്ങനെ ഓരോ ആസ്പെക്റ്റ് ഓരോരുത്തർക്ക്. സംഘടനാ രീതിയിലും EMS കുറേയധികം സഹായിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ഇപ്പൊ പറയാറുണ്ട്, ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരാളൊന്നില്ല, അല്ലല്ല ഇപ്പൊ പറയുന്നത് സാറിനെ മാതിരിയൊക്കെ ഇങ്ങനെ ആൾക്കാരെ ജനങ്ങളെ ആകർഷിക്കാൻ ഇന്ന് കേരളത്തിൽ അത്രയും ആ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇല്ല എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എന്നെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടാരും പറഞ്ഞു കൂടാന്നില്ല. കാരണം ഈ രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്നതിനനുസരിച്ചാണ് ജനങ്ങൾ അതിൻ്റെ നേതാക്കന്മാർ സത്യസന്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കുന്നത്. നേതാക്കന്മാരിലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ജനങ്ങൾ വർജിക്കും. ഇൻ്റർനാഷണലായിട്ട് പല സംഭവങ്ങളും നടന്നിട്ടില്ലേ? റഷ്യൻ പാർട്ടി, യൂഗോസ്ലേവിയൻ പാർട്ടി, ബൾഗേറിയൻ പാർട്ടി, ഇങ്ങനെ പലതും നടന്നിട്ടില്ലേ? അതല്ല, സത്യസന്ധമായി ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളെ, തൊഴിലാളി വർഗ നേതൃത്വം അധ്വാനിക്കുന്ന ജനങ്ങളെ ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി, അതാണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മുതലാളിത്തത്തെ വ്യാഖ്യാനിക്കലല്ല. അതാണ് നിങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെ മാറ്റിമറിച്ചൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരണമെന്നാണ്. ജമ്മിത്വം അവസാനിച്ചതുപോലെ അത് വരും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. ഇവിടെയും മാറ്റം വരും, കുറച്ച് സമയം പിടിക്കും. മാറ്റമില്ലാതെ ഈ വ്യവസ്ഥയിൽ നിങ്ങൾക്കും എനക്കും മുമ്പോട്ട് പോകാനാവില്ല. സാർ എല്ലാവരെയും അധികം ചിരിപ്പിക്കാറുണ്ടല്ലോ, എല്ലാവർക്കും സാറിന്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ സാറ് ശാരദ ടീച്ചറിനെ ചിരിപ്പിക്കുന്നതാണോ ടീച്ചറിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം? അതല്ല, ശാരദ ടീച്ചർ മിൽസിസാണ്, മറ്റേത് നാട്ടുകാരാണ്. ഇതാ വ്യത്യാസമുണ്ട്. പക്ഷെ ടീച്ചർ എപ്പോഴും സാറിന്റെ ഇത് കേട്ട് അതുണ്ടാവും. എൻ്റെ രീതി അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ രീതി. സിസ്റ്റം ഓഫ് ലൈഫ് ഉണ്ട് ഇവിടെ. ആ ലൈഫ് ഇതാണെങ്കിൽ അവർക്കും ഇഷ്ടമാവും. ഇത്ര നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച ടീച്ചറിനും
സാറിനും വളരെ വളരെ നന്ദി. രണ്ടു വാക്കുകൾ പ്രകാശ